തിരുവനന്തപുരം കിളിമാനൂരിൽ വേടന്റെ പരിപാടിക്കായി ഡിസ്പ്ലേ ഒരുക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ യുവാവിന്റെ കുടുംബം. പരിപാടി സംഘടിപ്പിച്ചത് സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാതെയെന്ന ആരോപണം. മെഡിക്കൽ സേവനമോ ആംബുലൻസോ ഉണ്ടായിരുന്നില്ലെന്നും മരിച്ച ലിജു ഗോപിനാഥിന്റെ കുടുംബം ആരോപിച്ചു. അർജുൻ രാജാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, കുടുംബത്തിന്റെ ആരോപണം ഏറെ ഗൗരവതരമാണ്. എന്താണ് അവർ ഇതിൽ പരാതിയായി ഉന്നയിക്കുന്നത്? കിളിമാനൂരിൽ വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് 8 മണിക്കാണ്. വേടൻ പരിപാടി നടത്തുമെന്ന് നിശ്ചയിച്ചിരുന്നത്. 4 മണിക്ക് ലിജുവിന് വൈദ്യുതാഘാതം ഏൽക്കുകയാണ് ഉണ്ടായത്. ഈ പരിപാടിക്കായി ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടെയാണ് ലിജുവിന് ഷോക്ക് ഏൽക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 30 ലക്ഷം രൂപ കൊടുത്ത് ലിജു വാങ്ങിയ ഡിസ്പ്ലേ ആണ്. ഈ സംഘാടകർ തന്നെയാണ് അവിടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ ലിജുവിനെ ഏൽപ്പിച്ചതും. പക്ഷേ അതിനുശേഷം ഉച്ചയോടുകൂടി അവിടെ മഴ പെയ്യുകയും നനഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഷോക്കേറ്റതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയത്. എന്തായാലും ഇത് സംബന്ധിച്ച് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വലിയ ആൾക്കൂട്ടമാണ് അന്ന് ആ പരിപാടിക്ക് എത്തിയത്. പക്ഷേ അതിന് തക്ക മുൻകരുതലുകൾ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ അപകടം സംഭവിക്കുന്ന ഘട്ടത്തിലും അവിടെ ആംബുലൻസോ മെഡിക്കൽ സഹായമോ ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. രാത്രി ആ പരിപാടി പങ്കെടുക്കുന്നില്ല എന്ന് പിന്നീട് വേടൻ അറിയിച്ചിരുന്നു. അതായത് ഈ ലിജുവിൻ്റെ മരണത്തെ തുടർന്നും പിന്നീട് സുരക്ഷാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പരിപാടിക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി നടക്കാതെ പോയി. പക്ഷേ അതിനു മുൻപ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത്, ഈ മരണമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോൺ വിളി പോലും ഉണ്ടായില്ല. 4-5 ദിവസം കഴിഞ്ഞാണ് അവർ ബന്ധപ്പെടാൻ പോലും ശ്രമിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. 30 ലക്ഷം രൂപ കടമെടുത്താണ് ലിജു ഈ ഡിസ്പ്ലേ വാങ്ങിയത്. ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ സ്വർണം പണയം വെച്ചൊക്കെയാണ് ഈ തുക വാങ്ങിയത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ലിജുവിൻ്റെ വിയോഗത്തോടു കൂടി ഇപ്പോൾ ജീവിത ചെലവിന് പോലും ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സഹായമൊന്നും ഇതിൻ്റെ സംഘാടകർ കൂടിയായിട്ടുള്ള ആളുകൾ ഇതിനോടകം ഇതുവരെ അത്തരത്തിലൊരു വാഗ്ദാനം ഒന്നും നൽകിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ വേടൻ ഈ വിവരം അന്വേഷിക്കുകയും കുടുംബവുമായി ബന്ധപ്പെട്ടു എന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. ഈ ലിജുവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൂടിയാണ് ആ പരിപാടി പങ്കെടുക്കുന്നില്ല, പരിപാടി ഒഴിവാക്കുകയാണെന്ന് വേടൻ അറിയിച്ചത്. അതേസമയത്ത് യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും, അത്രയും വലിയ ആൾക്കൂട്ടം ആ പരിപാടിക്ക് എത്തിയിരുന്നു, അത്രയും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. പോലീസുകാർക്ക് പോലും അവിടെ ചളി ഏറൊക്കെ ഏൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സംഘാടകരോ ഒരു മുൻകരുതലുകൾ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സ്വാതി. ശരി അർജുൻ, തിരുവനന്തപുരം കിളിമാനൂരിലാണ് വേടന്റെ പരിപാടിക്കായി ഡിസ്പ്ലേ ഒരുക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ യുവാവിന്റെ കുടുംബം പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്.